ഗായ്സ്, അപ്പം നമ്മൾ ഫ്രാൻസിൽ നിന്ന് തിരിച്ച് സ്ലൊവേനിയക്ക് പോവുകയാണ്. ഇന്ന് 3-ാം തീയതി ആയിട്ടോ, November 3. അപ്പം നമുക്കൊരു നമ്മളെ സന്തോഷമായിട്ട് നമ്മൾ തിരിച്ചു പോയി. നമുക്ക് വരുമ്പോൾ നമ്മളെ കൂടെ വിപിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പോകുമ്പോൾ നമുക്ക് ഷാൽജോയെ കിട്ടിട്ടോ. ഇത് ഷാൽജോയുടെ മെയിനാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങൾ രണ്ടാളും അത് അവിടെ ഒരു IDSൻ്റെ പമ്പ് ഉണ്ടായിരുന്നു. പമ്പിൽ നിന്ന് ഡീസൽ ഫില്ല് ചെയ്തു. നമ്മൾ അവൻ വില്ലാച്ചിയിൽ നിന്ന് ഇറ്റലിക്ക് പോകും, ഞാൻ നേരെ സ്ലൊവേനിയ. അപ്പം ഇന്നൊരു സങ്കടകരമായ വാർത്ത കേട്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സന്തോഷേട്ടൻ്റെ വണ്ടീൻ്റെ അകത്ത് TV ആയിരുന്നു ലോഡ് ചെയ്തേക്കുന്നത്. അത് ഒരു 27 TV ആരോ ആരോ കട്ടുകൊണ്ടുപോയി. അപ്പം ഷാൽജോ സന്തോഷേട്ടൻ്റെ അടുത്ത് കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയതാണ്. ഇപ്പം നമ്മൾ ഡിസ്പാച്ചർ അറിയിച്ചു, ഇങ്ങനെ TV 150 TVയിൽ ഏകദേശം 30ഓളം TV എന്ത് ചെയ്തിട്ടുണ്ട്, കള്ളന്മാർ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിനി പോലീസിനൊക്കെ അറിയിച്ച് അതിൻ്റെ കാര്യങ്ങൾ പേപ്പറും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് സന്തോഷേട്ടന് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സന്തോഷേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ സന്തോഷേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സന്തോഷേട്ടന് 45 റെസ്റ്റ് ആയിരുന്നു. റൂം എടുത്ത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആരോ എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടിയിൽ നിന്ന് TV ആയിരുന്നു, TV എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിസ്പാച്ചർക്ക് മെസ്സേജ് അയച്ചു, നമ്മളെ ബോസിന് മെസ്സേജ് അയച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പം പോലീസും കാര്യങ്ങളും വന്ന് റിപ്പോർട്ട്, നമ്മളെ മോഷണം പോയ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാലേ സന്തോഷമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സന്തോഷമായിട്ട് തിരിച്ചങ്ങ് ഓസ്ട്രിയക്കുള്ള ലോഡായിരുന്നു, പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ട്രക്കിംഗ് ഫീൽഡിലെ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇതാണ് ഈ ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം രാജ്യങ്ങളൊക്കെ മോഷണം വളരെ കൂടുതലാണ്. അപ്പം ഇന്നിപ്പോൾ ഇവിടെ പോസ്റ്റ് ആയ എന്തായാലും ഇന്നിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും പോലീസുകാർക്ക് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സന്തോഷമായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാനും ഷാൽജോ ഒരുമിച്ച് ഞങ്ങൾ ഓസ്ട്രിയ വരെ ഒരുമിച്ചാണ്. അപ്പോൾ ഇന്ന് ജർമ്മനിയിൽ എവിടെ ഹാൾട്ട് അടിക്കും, എന്നിട്ട് നാളെ വില്ലാച്ചിയിൽ നിന്ന് ഷാൽജോ മാറി ഇറ്റലിക്ക് പോകും, ഞാൻ നേരെ സ്ലൊവേനിയയ്ക്കും പോകും. അതാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പം ഞാനിപ്പോൾ ഏകദേശം 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. ഇനി നമുക്കൊരു 4.5 + 1 മണിക്കൂർ 5.5 മണിക്കൂർ ഡ്രൈവിങ് ബാലൻസ് ഉണ്ട്. അപ്പം നമ്മളെവിടെയെങ്കിലും ജർമ്മനി എത്തിയിട്ട് എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്യാനാണ് നമ്മളെ പ്ലാൻ. ഇത് സെൻറ്റ് ഡിസയർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഫ്രാൻസിലെ നമ്മളെ സെൻറ്റ് ഡിസയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ കമ്പനി സ്ഥിരമായിട്ട് അടിക്കുന്ന പെട്രോൾ പമ്പാണ്, IDSൻ്റെ പമ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡീസലൊക്കെ അടിച്ച് നമ്മൾ റെസ്റ്റിലിട്ടേക്കാണ്. നമുക്ക് 45 റെസ്റ്റാണ്, ഏകദേശം ഒരു 15 മിനിറ്റ് ബാലൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനത്തെ ചെറിയ വീഡിയോസൊക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. നമുക്ക് ഇത്രയൊക്കെ ടൈമുള്ളൂ, ഡ്രൈവിംഗ് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാണ് സ്ഥിതി. ഷാൽജോൻ്റെ മാൻ്റെ ട്രക്കാണ് കേട്ടോ, എൻ്റെത് റെനോൾട്ടാണ്, ഷാൽജോയുടെ മാൻ്റെ ട്രക്കാണ്. ഷാൽജോയ്ക്ക് എന്തോ മരമാണ് ലോഡ്, എനിക്ക് റെനോൾട്ടിലേക്കുള്ള സ്പെയർ തന്നെയാണ് ഗൈസ്. ഇതാണ് സ്ഥലം. സമയം ഏകദേശം 7 മണിയായിട്ടോ, 7 മണി.